1303 സ്വീഡനിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ദൈവഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ബ്രിജറ്റിന് വെറും 10 വയസ്സുള്ളപ്പോൾ കർത്താവിൻ്റെ പീഡാസഹനത്തെപ്പറ്റി ദർശനമുണ്ടായി. ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ അവളെ 14-ാം വയസ്സിൽ നെരീസിയയിലെ രാജകുമാരനായിരുന്ന ഉൾഫോക്കിന് വിവാഹം ചെയ്തു കൊടുക്കുകയും വിശുദ്ധ കാതറിൻ ഉൾപ്പെടെ 8 മക്കൾ അവരുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിയുകയും ചെയ്തു. എന്നാൽ ഉൾഫോക്ക് ഏറെ താമസിയാതെ രോഗബാധിതനായി മരണപ്പെടുകയും ബ്രിജറ്റിന് കർത്താവിൻ്റെ മണവാട്ടിയും സന്ദേശവാഹകയുമാകാൻ ഒരു സ്വപ്നത്തിലൂടെ വിളി ലഭിക്കുകയും ചെയ്തു. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട അവൾ ദിവ്യരക്ഷകന്റെ സന്യാസിനി സഭയ്ക്ക് രൂപം നൽകി. മാർപ്പാപ്പയെ അവിഞ്ഞോൺ പ്രവാസത്തിൽ നിന്നും റോമിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്ത അവൾ ക്രൂശിതന്റെ സ്നേഹത്തെ ധ്യാനവിഷയമാക്കി നിരവധി ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ജ്വലിപ്പിച്ചു. വിശുദ്ധ നാട്ടിലേക്ക് നടത്തിയ ഒരു തീർത്ഥാടനത്തിന് ശേഷം 1373 ജൂലൈ 23 റോമിൽ വെച്ച് 70-ാം വയസ്സിൽ വിശുദ്ധ ബ്രിജറ്റ് തൻ്റെ നിത്യഭവനത്തിലേക്ക് യാത്രയായി.